അൻസിബ ഔട്ടായത് എങ്ങനെയാണ്? സീക്രട്ട് റൂമിലാണോ അൻസിബ? ഒത്തിരി വീഡിയോസ് അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവം? അൻസിബ ഔട്ടായ ടാസ്ക് ആരൊക്കെയാണ് അവസാനം വന്നത്? എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നത്? നാളെ നടക്കാൻ പോകുന്ന എപ്പിസോഡിലാണ് അൻസിബയുടെ എവിക്ഷൻ ഉള്ളത്. അത് സീക്രട്ട് റൂം ആണോ? വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്, പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അൻസിബ സീക്രട്ട് റൂമിലാണെന്ന് ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അൻസിബ സീക്രട്ട് റൂമിലല്ല, എവിക്റ്റഡ് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. മാത്രമല്ല അൻസിബ എങ്ങനെയാണ് എവിക്റ്റ് ആയതെന്ന് പറഞ്ഞുതരാം. അതായത് നാളെ എന്ത് ടാസ്ക് വഴിയാണ് എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. നാളെ ഋഷി, അൻസിബ, ശ്രീതു, അർജുൻ ഇവരെ 4 പേരെ വെച്ചിട്ടാണ് അവസാന എവിക്ഷൻ നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ സേവ് ആയിട്ട് ഋഷി, അൻസിബ, ശ്രീതു, അർജുൻ ഇവർ 4 പേര് വരുന്നു. എന്നിട്ട് ഇതിൽ നിന്നും ശ്രീതുവും അർജുനും ആദ്യം സേവ് ആവുന്നു. ശ്രീതുവും അർജുനും ആദ്യം സേവ് ആയതിനു ശേഷം അൻസിബയും ഋഷിയും നിൽക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വീഡിയോ പ്ലാസ്മ ടിവിയിൽ കാണിച്ചു കൊടുക്കുന്നു. അത് ആക്ടിവിറ്റി ഏരിയ ആണോന്നാണ് തോന്നുന്നത്, നമുക്ക് അതെനിക്ക് കൺഫേംഡ് അല്ല. പക്ഷേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വീഡിയോ നമ്മുടെ ഗബ്രിയും ജാസ്മിനും കൂടി എവിക്റ്റ് ആവാൻ നിന്നപ്പോൾ കാണിച്ചു കൊടുത്തില്ലേ വീഡിയോ, അതുപോലെ ഇവരുടെ വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം സ്ക്രീനിൽ അൻസിബ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അൻസിബ ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. നമുക്ക് നാളത്തെ എപ്പിസോഡിൽ നോക്കാം. അൻസിബ ഔട്ട് ആവുന്നത് ഇങ്ങനെയാണ്, സീക്രട്ട് റൂമിലൊന്നും അല്ല. ഒത്തിരി പേര് അങ്ങനെ പറയുന്നുണ്ട്, സീക്രട്ട് റൂമിലല്ല, അങ്ങനെ ഒരു ട്വിസ്റ്റും സംഭവിച്ചിട്ടില്ല. ഇതാണ് ആ ഡീറ്റെയിൽ. അൻസിബ ഔട്ട് ആയത് ഇങ്ങനെയാണ്, കൺഫേംഡ് ആണ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.